ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ഷിംനായ് ബീച്ച്. ഞങ്ങളിപ്പോൾ പുറത്ത് വന്നിരിക്കുകയാണേ. ഇതെവിടെ ബ്രിഡ്ജുണ്ടോ? ബ്രിഡ്ജുണ്ട് അല്ലേ? ബ്രിഡ്ജൻഡിൽ യെസ് യെസ് മാം. യൂട്യൂബിൽ ഞാൻ മാത്രം മതി. എനിക്ക് ത്രില്ലായി അയ്യോ പോലെ. അപ്പം ഇന്നപ്പം ഞാൻ വിചാരിച്ചു ഔട്ടിങ് നമുക്ക് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന്. ഇപ്പോൾ മത്സരമാണ്, ഞങ്ങൾ 3 പേര് ഓരോ ദിവസം ഓരോരാൾക്ക് വീഡിയോ എടുക്കാം. ആക്ച്വലി എനിക്ക് വീഡിയോ എടുക്കാൻ ഇഷ്ടമാണ്, പക്ഷെ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ മോസ്റ്റ്ലി വീഡിയോസ് എടുക്കാറില്ല. എനിക്ക് ഇവരുടെ ഈ ലോണും ഈ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്ത് ഭംഗി അറിയോ. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ടു ഞാൻ. ഇതൊക്കെയാണ് എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സോ പ്രിറ്റി, കളർഫുള്ളാണ്, കളർഫുൾ. ഞാൻ എന്തൊക്കെയാണ് പറയുന്നല്ലേ. അപ്പോൾ ശരി, ഷോപ്പിങ്ങിലാണ്. ഇവിടെ എല്ലായിടത്തും സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. വല്ലതൊക്കെ കിട്ടുമായിരിക്കും. നമുക്ക് ആദ്യം ആമീൻ്റെ സെക്ഷനിലേക്ക് പോവാം. എനിക്കിപ്പോഴെല്ലാം ആമിക്ക് പറ്റുന്നത് നോക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. എനിക്കല്ല, ഷേഗു ഒരു പെട്ടി നിറയെ സാധനങ്ങൾ ഓൾറെഡി ആമിക്ക് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. എനിക്കൊന്നും കൊണ്ടുപോകാനുള്ള സ്ഥലമില്ല. ഓ സോ പ്രിറ്റി, ഇത് കൊള്ളാം, സോ ഗുഡ്. എനിക്ക് ആമിക്ക് കുറേ തിളക്കമുള്ള ഡ്രസ്സൊക്കെ ഇടുന്നതിനേക്കാളും ഇഷ്ടം ഇങ്ങനത്തെ കുറേ സിമ്പിൾ കോട്ടൺസ് ഇടുന്നതാണ്. ഓ ദിസ് ഈസ് സോ നൈസ്. ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് ഇവിടെ വന്നാതിരുന്നല്ലേ. ആ ഡ്രസ്സസ് ഉണ്ട്, പക്ഷെ നിന്റെ ഡ്രസ്സ് അടിപൊളിയായിരുന്നു. ആ അതാണ് ഭംഗി. ഗുഡ്. പക്ഷെ യുവർ ഡ്രസ് ഇസ് ഗുഡ്. ദിലു ഒന്നും കിട്ടിയില്ലേ? ഇന്നത്തെ ഷോപ്പിങ്ങിന്റെ എല്ലാ ചെലവും ദിലുവാണ് വഹിക്കുന്നതെന്ന് പറഞ്ഞു. ദിലു ചേച്ചിക്ക് എന്താ വാങ്ങിച്ചിരുന്നേ? വ്ളോഗ് ഓഫ് ചെയ്യില്ല, വ്ളോഗ് പറയണം. ഇത് കൊള്ളാം, ദിസ് ഇസ് നൈസ്. ഒരു 10 എടുത്തോ. മിറർ കണ്ട അപ്പം നമ്മൾ നോക്കണം. എന്താവത്തെ? ഇറ്റ്സ് ഓക്കെ, ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലേ. യാ കമ്മിങ്. കൊള്ളാം. അപ്പം ഞാനിട്ട പോലത്തെ ബ്ലാക്ക് സൂപ്പർ അല്ലേ. എന്തൊക്കെയൊക്കെയോ കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയ സാധനങ്ങളൊന്ന് കാണിക്കും. കൊള്ളാം. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ചിന്ന കുറെ തപ്പിയെടുക്കാൻ നോക്കി, സെയിം കിട്ടുന്നത് പക്ഷെ കിട്ടില്ല. ನನಗೆ ಬೇಡ കട്ടീസ്, ഞാൻ പോയി. ഇവിടെ ഭയങ്കര ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. നമ്മളിവിടെ നെക്സ്റ്റിലാണുള്ളത്. നെക്സ്റ്റിൽ ഇവിടെ ഇറ്റ്സ് ഗുഡ്. കൊള്ളാല്ലേ? 6 കൊണ്ടേ ഉള്ളൂ. ചേച്ചിക്ക് ഡ്രസ്സ് ഇനി വേണ്ട. അവർ രണ്ടുപേരും ഭയങ്കര ഷോപ്പിങ്ങിലൊക്കെയാണ്. എനിക്ക് അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പം ഞാൻ പുറത്തോട്ടിറങ്ങി. ഇവിടെ എനിക്ക് തോന്നുന്നു കുറേ സ്റ്റോൾസ് ഉണ്ട് ഇങ്ങനെ. അല്ലോ, ഞങ്ങൾക്ക് 3 പേർക്കല്ല, അമ്മയ്ക്കും ഞങ്ങൾക്ക് 4 പേർക്കും ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെൻറ്റാണ് ഷോപ്പിംഗ്. ഇങ്ങനെ നടന്നാൽ മതി. അപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ വയ്യാണ്ടൊക്കെ ആകുമ്പം ഞാനാണല്ലോ ഇപ്പോൾ അടുത്തുള്ളത്. അപ്പോൾ വിളിക്കും, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ. അമ്മയ്ക്ക് എവിടെയെങ്കിലും ഒന്ന് എത്തിക്കഴിഞ്ഞാൽ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അമ്മ ഇപ്പം BP കൂടി തല കറങ്ങുന്നു. അമ്മയ്ക്ക് ഹൈ BP എപ്പോഴും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തലകറക്കൊക്കെ വരുമ്പോൾ നമ്മൾ വിളിച്ചിട്ട് പറയും, അമ്മ
നമുക്കൊന്ന് ഹൈലൈറ്റ് മോളിൽ പോയാലോ എന്ന് അമ്മ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞങ്ങൾക്ക് 4 പേർക്ക് അതെ ഒരു ഭയങ്കര റിലീഫാണ് ഇങ്ങനെ കറങ്ങി നടക്കുക. ഇങ്ങനെ കുറേ വാങ്ങണം അങ്ങനെയൊന്നുമില്ല, പക്ഷെ ഇഷ്ടമാണ് ഷോപ്പിങ്ങൊക്കെ. ബട്ട് സ്റ്റിൽ എന്തൊക്കെയോ പറയാല്ലേ, ഞാനിങ്ങനെ പുറത്തോടെ ഇങ്ങനെ നടക്കുക. ആക്ച്വലി ഇപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഷേവിൻ്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷം, ഭയങ്കര പ്രൗഡാണ്. ആസ് എ സിസ്റ്റർ ഞാൻ ഭയങ്കര പ്രൗഡാണ് അവളെങ്ങനെ കാണുമ്പോൾ. എനിക്ക് ഷേഗുൻ്റെയിൽ രണ്ടുപേരും നല്ല ഹാർഡ് വർക്കിങ്ങാണ്. ഷേഗു ആയാലും ദിലു ആയാലും അതെ. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇത് മാക്സിമം കൊടുക്കണം എന്ന് അതിനുവേണ്ടി എന്തും ചെയ്യും. അത്രയും ഹാർഡ് വർക്ക് ചെയ്യും. ഇപ്പം നമുക്ക് ദിലുവിനെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഡാൻസൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ബ്ലഡൊക്കെ ക്ലോട്ടായിട്ടും വീണിട്ടും മുറിഞ്ഞിട്ടും ഒക്കെ. ബട്ട് അത് ഒരു എന്താ പറയുക, കെയറിയ പോലുമില്ല. അത്ര അടിപൊളിയായിട്ട് എന്താ പറയുക, ഒരു കാര്യത്തിന് വേണ്ടി അത് എയിം ചെയ്യുമ്പം ശരിക്കും ഞാൻ വിചാരിക്കും ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഒരുപാട് പഠിക്കണം എന്ന്. എനിക്കിങ്ങനെ ലൈഫിൽ ഓരോ കാര്യത്തിനും റിസ്ക് എടുക്കാൻ ഭയങ്കര പേടിയാണ്. എന്നെ എല്ലാ കാര്യത്തിലും പുഷ് ചെയ്യുക അവർ രണ്ടുപേരാണ്. ചേച്ചി അത് ചെയ്യും. ഇപ്പോൾ അവരെന്നെ ഒരു കാര്യത്തിലേക്ക് അയച്ചു ഇപ്പോൾ പോവാം, ഇപ്പം തന്നെ UK പോകാൻ വിളിക്കുമ്പോൾ ഞാൻ പറയും ഞാൻ ഇല്ല ചെയ്യട്ടോ. അപ്പം ഞാൻ എൻ്റെ ബാക്കിയുള്ള പ്രയോറിറ്റീസ് നോക്കും. വീട്, ഏട്ടൻ, മോള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത തിങ്ക് ചെയ്യുള്ളൂ. അപ്പോൾ അവർ പറയും ചേച്ചി ആ ചാൻസ് ചേച്ചിക്ക് കിട്ടുമ്പോൾ ചേച്ചി അത് യൂട്ടിലൈസ് ചെയ്യും. എന്നെ ഇങ്ങനെ എന്താ പറയുക, എല്ലാ കാര്യങ്ങൾക്കും അവരിങ്ങനെ പുഷ് ചെയ്യും. ആക്ച്വലി ഞാൻ എന്നും ദൈവത്തിനോട് നന്ദി മാത്രമേ ഉള്ളൂ. എന്താ പറയുക, ഇങ്ങനെ ഒരു ഫാമിലി, ഇങ്ങനെ 2 ചക്കുടൂസ് പോലത്തെ അനിയത്തിമാരെ, നല്ലൊരു അച്ഛനമ്മ, ഹസ്ബൻഡ്, കുട്ടി. ഇപ്പോൾ സൂരജിൻ്റെ കാര്യമായാലും ഐ ജസ്റ്റ് ലവ് ഹിം. ഹീസ് എ ജം. എന്താ പറയുക, എല്ലാവരും അതെ ഒരു ഫാമിലി. എൻ്റെ ദിലുവിനും അതുപോലെ ഒരാളെ കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവൾക്ക് ഇഷ്ടമുള്ള ഒരാൾ, അതെങ്ങനെയായാലും അവളെ മനസ്സിലാക്കുന്ന, അവളെ സ്നേഹിക്കുന്ന, അവളെ അറിയാൻ പറ്റുന്ന ഒരാളെ അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പൈസയോ അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക വെൽ സെറ്റിൽഡ് ഫാമിലി അങ്ങനെയല്ല. പക്ഷേ നമ്മളെപ്പോഴും ദൈവത്തിനോട് ഭയങ്കര കടപ്പെട്ടിട്ടാണ്. കാരണം ദൈവം നമ്മളെ ഇവിടെ വരെ എവിടെയോ നിന്ന് എവിടെയോ എത്തിച്ച ഒരു അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഒന്നും നമ്മൾ എന്താ പറയുക ഒരു ഓവർനൈറ്റ് നേടിയതല്ല. ഞാനായാലും ദിലു ആയാലും ഷേഗു ആയാലും ഇപ്പം ഞങ്ങൾക്ക് ഉണ്ടായതൊന്നും ഒരു ഓവർനൈറ്റ് കൊണ്ട് ഉണ്ടായതല്ല. ബട്ട് ഞാൻ ഭയങ്കര ഇമോഷണൽ ആവുന്നുണ്ടല്ലേ. പക്ഷെ എല്ലാം നമുക്കിങ്ങനെ ദൈവം എന്നാ പിടിച്ചോ, നീ ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ദൈവം തന്നതല്ല. പക്ഷെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾക്ക് എന്താ പറയുക, ദൈവം ഇങ്ങനെ ഞങ്ങളുടെ കൂടെ നിന്ന് ചില മൊമെൻറ്റ്സിലൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കൈ പിടിച്ച് കൊണ്ട് നടക്കുന്ന പോലെ ദൈവം ഞങ്ങളെ 3 പേരെയും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മളിങ്ങനെ തളർന്നു പോകുന്ന സമയത്തും എപ്പോഴും എന്നും അത് വിശ്വസിക്കുന്നതുകൊണ്ടായിരിക്കും എന്ത് കാര്യങ്ങൾ വരുമ്പോഴും ഉള്ളിലൊരു ഒരു ധൈര്യമാണ്, ഒരു ശക്തി കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യമാണ് ഞങ്ങൾക്ക് 3 പേർക്കും. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും. നമ്മളവിടെ എത്തും. ദൈവം നമ്മളിങ്ങനെ നയിക്കും. എന്തോ ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു മൊമെൻ്റ് ആയിരുന്നു. എനിക്ക് എൻ്റെ ഷേട്ടൻ ആ സ്റ്റേജിൽ അങ്ങനെ കയറുമ്പം അത് വിറ്റ്നസ് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ആമി ആയാലും എനിക്ക് എങ്ങനെ ഉണ്ടാവും അതുപോലെ. എനിക്ക് അച്ഛനും അമ്മയും അത് കണ്ടില്ലല്ലോ. ഞാൻ അപ്പം തന്നെ അവർക്ക് ലൈവിൻ്റെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു. അവർ ആ മൊമെൻ്റ് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരത് കാണാൻ വേണ്ടിയിട്ട്. എന്നെയും ദിലുവിനേക്കാളും ഏറ്റവും കൂടുതൽ അത് കാണാൻ ഡിസേർവിങ് ആയിട്ടുള്ള 2 പേര് അച്ഛനും അമ്മയാണ്. അപ്പോൾ അവരത് കാണാൻ വേണ്ടിയിട്ട് അത്രയും എനിക്ക് ഭയങ്കര അഭിമാനം തോന്നി. എൻ്റെ മോളവിടെ അങ്ങനെ കയറി ഇങ്ങനെ എന്തോ ഒരു ഫീലായിരുന്നു എനിക്കത്. ശരിക്കും ഞാനും ദിലുവും ഒരുപോലെ ഇമോഷണലായി. ശരിക്കും ദൈവത്തിനോട് നന്ദി മാത്രമേ ഉള്ളൂ. ഇതുവരെ ചെയ്തു തന്നതിനെല്ലാം എന്നും നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. ഇതുപോലെ എൻ്റെ ഫാമിലി എപ്പോഴും ഇങ്ങനെ ഉണ്ടാവട്ടെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ. ശരിക്കും എൻ്റെ മുത്തുമണികളാണ്. ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല കേട്ടോ UK വരും ഞാൻ, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നൊന്നും
ഞാൻ വരുന്ന തലേദിവസം പോലും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ വരും എന്നൊന്നും. ഐ ഡോണ്ട് നോ, എനിക്കതങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ബട്ട് ഇവരാണ് എന്നെ ഇങ്ങനെ പുഷ് ചെയ്യുന്നത്. ഏട്ടനായാലും ഏട്ടനൊരു വിഷയമേ അല്ല എനിക്ക്. ഞാൻ എന്തിനാണ് ഹാപ്പി അത് നീ പുഷ് ചെയ്യുന്ന ഒരാളാണ് കുട്ടേട്ടൻ. അപ്പം ഞാനാണ് എല്ലാത്തിനും അയ്യോ വേണ്ട ഇപ്പം വേണ്ട പിന്നെ ചെയ്യാം എന്ന് പറയുന്നത് ഞാനാട്ടോ. ഏട്ടനായാലും പാവൻ്റെ മോള് കുറേ അഡ്ജസ്റ്റ് ചെയ്തു. നല്ല കരച്ചിലൊക്കെ ആയിരുന്നു ഒരു 2-3 ഡേയ്സ്. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷെ സ്റ്റിൽ എല്ലാവരും മാനേജ് ചെയ്തു എനിക്ക് വേണ്ടി. ഇപ്പം എൻ്റെ ഇൻലോസ് ആണെങ്കിലും എല്ലാം എൻ്റെ ഫാമിലി എല്ലാം ഫാമിലി കൂടെ നിൽക്കുമ്പോഴാണല്ലോ നമുക്കെല്ലാം ചെയ്യുക. അപ്പം ഞാൻ മാരീഡാണ്, എനിക്ക് കുട്ടിയുണ്ട്, വീട്, ഹസ്ബൻഡ്, അപ്പം മോൾക്ക് സ്കൂളുണ്ട്, അവരുടെ പ്രയോറിറ്റീസ്. പക്ഷെ നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ കൂടെ നിന്ന് തരുമ്പോഴാണ് അതാണ് നമ്മുടെ സ്ട്രെങ്ത്ത്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ് ദൈവം തന്നു. എല്ലാവരും ഒരേപോലെ സപ്പോർട്ടീവായിട്ടുള്ളൊരു ഫാമിലി, അതുതന്നെയാണ് എൻ്റെ സ്ട്രെങ്ത്ത്. അപ്പോൾ ഞങ്ങളുടെ സ്ട്രെങ്ത്ത് ഞങ്ങളുടെ 3 പേരുടെയും. എന്തോ കുറച്ച് സംസാരിക്കണം തോന്നി എനിക്ക്. ഞാൻ ഇങ്ങനെയൊന്നും പറയാറുള്ളതല്ല കേട്ടോ. പക്ഷെ ഇന്നലത്തെ ആ മൊമെൻ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിരുന്നു. എനിക്ക് നിങ്ങളോടൊക്കെ സംസാരിക്കണം തോന്നിയപ്പോൾ അത് നമ്മൾ പറയണമല്ലോ അല്ലേ. നമുക്ക് ആരോടെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം. എല്ലാം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ ഇഷ്ടങ്ങൾ, നമുക്കൊരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ അത് എനിക്കിഷ്ടമുണ്ടെങ്കിൽ ഞാൻ ഉള്ളിൽ വെക്കും. എൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ട്, എനിക്ക് അതിനോട് താല്പര്യമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ആ ഇഷ്ടം നമ്മൾ അയാളോട് കാണിക്കണം, അയാൾക്കത് ഫീൽ ചെയ്യണം. അങ്ങനെ ഒരു പോളിസി ഉണ്ട് എനിക്ക്. അത് എൻ്റെ ഇഷ്ടം ഞാൻ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. ഇപ്പം അവർ രണ്ടുപേരും ഉള്ളിൽ ഷോപ്പ് ചെയ്യാം. അപ്പം എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടെ ഒന്നും തോന്നിയില്ല. അപ്പം ഞാൻ പുറത്തിറങ്ങി ഞാനിങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അത്ര ഉള്ളൂ. അവർ അടുത്ത ഷോപ്പിലോട്ട് കയറും. അപ്പം ഞാൻ വിചാരിച്ചു സോറി, എൻ്റെ സംസാരം ഞാൻ അവിടെ വെച്ച് നിർത്തി. ഇനി ബാക്കി ഞാൻ ഇവിടെയുള്ള കാര്യങ്ങൾ കാണിക്കാം, എന്നിട്ട് നിങ്ങളെ അടുത്ത ബോറടിപ്പിക്കാം. നിങ്ങൾ എനിക്ക് ഈ ചിഹ്നം എന്തൊക്കെയായി പറയുന്നത് അല്ലേ. ബട്ട് സ്റ്റിൽ ഞാൻ എപ്പോഴെങ്കിലൊക്കെയാണ് ഇങ്ങനെ സംസാരിക്കുക. ബട്ട് ഐ എം സോ ഹാപ്പി ടുഡേ. Did you get something? No. Where? Nike. ഓക്കെ. ഇവിടെ കുറേ ഷൂ ഒക്കെ ഉണ്ട്. എനിക്കിങ്ങനെ കുറേ കുട്ടി സാധനങ്ങളാണ് ഇഷ്ടം. ഈ കുട്ടിക്ക് എല്ലാം ഇങ്ങനത്തെ ഷൂസിന് എന്തോ ഇവൾക്ക് അല്ലേ ഇതിൽ കൂട്ടാ. ഇതിന് കുറേ ഷൂസ്, ഷേഗുവിന് പെർഫ്യൂംസ്, ഇങ്ങനെ സ്മെല്ലുള്ള കാര്യങ്ങൾ, അതേപോലെ വീട്ടിലേക്കുള്ള ഓർഗനൈസ് ചെയ്യുന്നതും വീട് അറേഞ്ച് ചെയ്യുന്നതും. പിന്നെ ഷൂവും ഡ്രസ്സൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഷേഗുവിന് വീട്ടിലേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഷേഗുവിന് എൻ്റെ ആ ടേസ്റ്റൊക്കെ ഏകദേശം ഒരുപോലെ. എനിക്ക് വീട് അറേഞ്ച് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കൂടുതലും ഈ സ്പോർട്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഞാൻ അടുത്ത ഷോപ്പിലോട്ട് പോയി നോക്കാം. ഇവിടെ കുറേ ഷോപ്പുണ്ട്. ഇത് രണ്ടും സയാമീസ് ഇരട്ടകളാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ്, ഷേഖു ഇവിടെ UK വന്നപ്പോഴാണ് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കുന്നത്. രണ്ടും എപ്പോഴും ഒരുമിച്ചുണ്ടാവുക. ദേ ആർ മോർ ലൈക്ക് ഫ്രണ്ട്സ്. സിസ്റ്റേഴ്സ് എന്നുള്ളതിനേക്കാളും മോർ ലൈക്ക് ഫ്രണ്ട്സ്. മൈ ഡിയർ ചക്കഡോസ്. എന്നാണാവോ ഏത് വേണം? Oh my god, £299, £240. ഇത് ഗോൾഡ് ആണോ? Is that watches? ഏതാ? അർമാനിയുടെ വാച്ച്. അർമാനിയോ? എംപോറിയോ അർമാനി. നല്ല സ്ഥലം. £229. 213 എനിക്ക് ഇഷ്ടപ്പെട്ടു. 230. ഇവൻ 229 കൊള്ളാം. 229 is good. 149 also is good. വേണ്ട. നിങ്ങൾ ട്രൈ ചെയ്യാൻ പോകണോ? ഉണ്ട്. Milk chocolate.
Which is this? Ah, milk chocolate hazelnut. നമുക്ക് ഇങ്ങനെ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. ഒരു കവറിലിടും. ഓ കഴിച്ചു നോക്കാം. പൈസ കൊടുത്താൽ മതി. കവറിലിടും. ഇത് ഇതാ കവറ്. എനിക്ക് ഡാർക്ക് ചോക്ലേറ്റ് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക്. മിന്റ് ഒക്കെ ഉണ്ടാവും. ഇത് വേണ്ട. ഇത് മിൽക്ക് ചോക്ലേറ്റ്. സ്മൈലി ചോക്ലേറ്റ്. കഴിക്കാൻ തോന്നുന്നു എടുക്ക്. ഇത് പറയുന്നത് എൻ്റെ ദിലു വെറുതെ റാണ്ടമായിട്ട് എന്തൊക്കെയോ പിക്ക് ചെയ്യുക. എന്താണെന്ന് പോലും നോക്കുന്നില്ല. കഴിക്കാൻ തോന്നുന്നത് ഇതൊരു കഴിച്ച് നോക്കാം. ആക്ച്വലി ഇത് ചോക്ലേറ്റ് എങ്ങനെയാണെന്ന് അറിയില്ല. ബട്ട് നൈസ് കളർ. ചീസ് കേക്ക്. ദിലു ചീസ് കേക്ക് ഇത് ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇതാ ഒരെണ്ണം. ഞാൻ തരാം. ഇത് വേണോ? ടേക്ക് വൺ. വീട്ടിലുണ്ട് കുറേ രാത്രി കൊടുത്ത് കൊണ്ടുപോയി ഒരു ഡാർക്ക് എടുത്ത് അതായത് വൈറ്റോ? അതെനിക്ക് അറിയില്ല. അത് വേണോ? അവിടെ ഉണ്ട് ഡാർക്ക്. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കഴിക്കാൻ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. ഇപ്പോൾ കഴിക്കാനാണേ. I want to try the cheesecake. Okay. And I want that waffle. Which one you want to try? ആ വേഫർ പൊട്ടിച്ചിട്ട് എനിക്കെന്താ അതിൻ്റെ ഉള്ള ഫീലിംഗ് മൊത്തം എൻ്റെ വയറ് എപ്പോഴും തുപ്പി കൊടുക്കും. വൺ മോർ ഇറ്റ്. This dark one, yeah? This is more like alpadi. Yeah. This is dark chocolate. Dark chocolate wafer. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ സെലക്ട് ചെയ്തത് അടിപൊളി. എപ്പോഴും നീ സെലക്ട് ചെയ്യുന്നതായിരിക്കുമല്ലോ അടിപൊളി. It's good actually. But I don't prefer dark chocolate. I prefer long. So yum. ചിഹ്നം നിർത്തിയായിരുന്നല്ലോ. Which one? Milk chocolate. We are going to CK. ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രാൻഡ്. I don't know why, but they like this brand so much. Oh, good. Oh, അടിപൊളി ബാക്കില്ല. so good. എനിക്ക് ഇങ്ങനത്തെ ടോട്ട് ബാഗ്സ് ആണ് ഇഷ്ടം. How is it? ഗുഡ് അല്ലേ? ഞങ്ങളിവിടെ CK ഇന്നേഴ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ പുറമേ ഇടുന്നത് അധികം ബ്രാൻഡഡ് ഒന്നും അല്ലെങ്കിലും ഉള്ളിലിടുന്നത് അത്യാവശ്യം ബ്രാൻഡഡ് ആയിരിക്കണം എന്നാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കണം എന്നാണ് ദിലുവിൻ്റെയും ഷെയ്വിൻ്റെയും പോളിസി. ഓക്കെ, പക്ഷേ ഭയങ്കര പൈസ കേട്ടോ. ഇങ്ങനെ സയാമീസ് ഇരട്ടകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കട്ടെ, കൊള്ളാം. ഞാൻ ജംപ് സൂട്ടിന് മേലെ ഇട്ടുകൊണ്ട് ഭംഗിയാണ്. അയ്യടാ, ദിലുവിന് എന്തെങ്കിലും കമൻസ് ഉണ്ടോ? എനിക്കെല്ലാം ഭംഗിയാണ്. ആണല്ലേ? എങ്ങനെ എൻ്റെ മോൾക്കൊരു ഷർട്ട് കിട്ടിയിരിക്കുന്നു, അതെൻ്റെ. എൻ്റെ ചേച്ചി CKയുടെ മാത്രമേ ഇട്ടുള്ളൂ. അയ്യേ, ശരി. ഷർട്ട് വേണോ? വേണ്ട. എന്തൊക്കെ വാങ്ങിച്ചു നിങ്ങൾ? ഞാൻ കിഡിലന് ഒരു ടീഷർട്ടും എടുത്തു, CKയുടെ ഒരു ഷർട്ടും എടുത്തു, പിന്നെ ഒരു അണ്ടർവെയർ. ഓക്കെ, ഞാനൊരു ബ്രാ, ഒരു അണ്ടർവെയർ, ഒരു ടീഷർട്ടും ഫാനായി മാറി. ഓ നോ, അടിപൊളിയല്ലേ? എല്ലാം അങ്ങനെ ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. അടുത്ത നമ്മൾ ടൊമിയിലാണ് കയറിയിരിക്കുന്നത്. എന്ത് ക്യൂട്ടല്ലേ അത്, സോ ഗുഡ്. അയ്യോടാ, അവരിതുവരെ ഏട്ടന് ഷർട്ട് എടുത്ത് കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. പിന്നെ എന്നെ നോക്കി ചിരിക്കുക കേട്ടോ ഷെയ്ഡിലും. ഈ ചിതെന്താ ഈ പുറത്ത്? എനിക്കിന്ന് ഞാൻ ഭയങ്കര സംസാരിക്കാനുള്ള മൂഡിലാണിന്ന്.
സോ എന്താ ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചു നോക്കുക. ദിലു ഷേഖു എന്നെ നോക്കി ചിരിക്കുന്നുണ്ടപ്പോൾ എനിക്കത് മറന്നുപോയി. വല്ലതും കിട്ടിയോ? കിട്ടി. എനിക്ക് ചില സമയം തോന്നി ഇവർക്ക് എന്നെക്കാളും ഇഷ്ടം ഏട്ടനെയാണ്. അടുത്ത നമ്മൾ ബോസിലേക്കാണ്. ഓക്കെ, എല്ലാ ബ്രാൻഡ്സും കവർ ചെയ്യണമെന്ന്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ബോറടിപ്പിച്ച് കൊല്ലുന്നത് പത്രം പറഞ്ഞിട്ട് പ്രഷറിലേക്ക് ചിന്നൂന് എന്ത് പറ്റി? ഫുള്ള് സംസാരമാണല്ലോന്ന്. ഞാൻ ഇന്ന് ഫുള്ള് സംസാരം പോടത്. ബോസും സീക്കയും കാണാത്ത ഒരുപാട് പേരുണ്ടാവും. ഞാൻ ഫസ്റ്റ് ടൈം ആടുന്നത്. സീക്കല്ല, ഐ മീൻ ബോസിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ബോസിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല. ഓ നൈസ്. ടൊമ്മിയിൽ ഞാനൊരു മജന്ത ഷർട്ട് കണ്ടു, റാണി പിങ്ക്. ഓ എന്ത് അയ്യോ, ഗേൾ സെക്ഷനിലല്ലേ? നല്ല രസത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരെണ്ണം നമ്മുടെ നാട്ടിൽ വേണം. അടിപൊളി. എല്ലാരും ഫുൾ ടൈം അതിന്റെ ഉള്ളിലായിരിക്കും. അത് ദിലുവിന്റെ റിക്വസ്റ്റ് ആണ്. എഴുന്നേക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം, അവിടെ പോയി കയറിയിരിക്കാം. മതി, ഏട്ടന് വാങ്ങിച്ചില്ലേ? അത് മതി. എങ്ങനെയുണ്ട്? സാധനം ഇഷ്ടമായോ? ഇല്ല. ഇത് ഏട്ടന് കറക്റ്റ് ആവോ? അല്ല, വേണ്ട മതി. കറക്റ്റ് അല്ല മുത്തേ. കണ്ടാ എനിക്കറിയാം. എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം എന്റെ ഏട്ടൻ എന്താ പറ്റാ. 3XL എഴുതിട്ട് എത്ര പൗണ്ട് ഉണ്ടെന്ന് അറിയോ? വെറും 10 പൗണ്ട്. 10 പൗണ്ടില്ലേ? അത്രയല്ലേ ഉള്ളൂ. ബോസില് 10 പൗണ്ട്സ്. ശരിട്ടാ. ഇത് ഏട്ടന് പറ്റൂല. അത് മാത്രം പറ്റില്ല. ആ ഏട്ടന് ഇപ്പൊ വാങ്ങിയ ഷർട്ട് ഒന്നും വെച്ചു. മതി. പറ്റില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. സീരിയസ്ലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത നമുക്ക് എഡിഡാസിൽ കയറാം. ഫുള്ള എഡിഡാസ് ആണ് കേട്ടോ. എൻ്റെ അമ്മ വലിയ ഷോറൂമാണ്, വലിയ ഷോറൂം. ഓ ഹ്യൂജ്. യെസ് ബോസ് ലേഡി. ഹേ സി കെ ലേഡി. ആ എന്താ അവിടെ? ആ ഓക്കെ. ഞാൻ നോക്കൂല, കണ്ണടച്ച് കളയാം. അതായിരിക്കും നമുക്ക് നല്ലത്. ഓ എന്ത് കളർഫുള്ളാണ്. ഇതൊക്കെ അടുക്കളയിൽ കൊണ്ടുപോയാൽ എങ്ങനെയാണ് പണിയെടുക്കാൻ തോന്നുക? ഇതിൻ്റെ അകത്തൊന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ ചിലപ്പോൾ ഷോക്കേസ് വെക്കുമായിരിക്കും. 220 pounds. ഓ ഗോഡ്, അടിപൊളിയല്ലേ? വാവ്, സീ ദിസ്. എനിക്ക് ഇങ്ങനത്തെയൊക്കെയാണ് വേണ്ടത് കേട്ടോ. അയ്യോ, ഐ ലവ് ദസ് പിങ്ക്. ഐ ലവ് ദറ്റ് പിങ്ക്, ദിസ് ബ്ലൂ. ഓ എല്ലാ കളേഴ്സും കൊള്ളാം. എല്ലാത്തുനിന്നും ഓരോന്ന് പോരട്ടെ. 174 pounds. ഇത് ഷേഖുവിൻ്റെ അടുത്തുണ്ട്. ഷേഖു ഭയങ്കര റിച്ചാ. കണ്ടോ, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമോ ഷേഖു? അല്ലേ ദിലു? നമ്മൾ പാകം മൺചട്ടിയിൽ മീൻകറി വെച്ചിട്ട്. എനിക്കൊരു സ്വന്തമായിട്ട് അടിപൊളി കിച്ചൺ ഉണ്ടാകുമ്പോൾ മൊത്തം ഇങ്ങനത്തെ സാധനം വാങ്ങിച്ചു വെക്കാം. ഓക്കെ. കുക്കി അങ്ങനെ തോന്നുന്നു നമുക്ക് പാത്രം കാണും. ഈ സ്പാച്ചുലാസ് ഒക്കെ നോക്ക്, എന്ത് ഭംഗിയാ. സോ ഗുഡ്. ഇങ്ങനെ കാണാം, പക്ഷെ ഭയങ്കര പൈസ. എന്തിനാ എത്ര പൈസ ചെലവാക്കുന്നത്? പിങ്ക് എടുക്കും. അയ്യോടാ, ഇതൊക്കെ അറേഞ്ച്മെന്റ്സ്. ദിലുവിന് ഇതിൽ ഏത് കളറാണ്? ഏതെടുക്കും ദിലു? ഒന്നും വേണ്ട. മഞ്ഞ. ഷേഖുവിൻ്റെ വീട് ബ്ലൂ, എൻ്റെ വീട് പിങ്ക്, ദിലുവിൻ്റെ വീട് മഞ്ഞ. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത്രയേ വാങ്ങിച്ചുള്ളൂ. ഇതിൽ ഈ വലിയ സഞ്ചി നിറയെ ദിലു വാങ്ങിച്ച സാധനം. ഏറ്റവും കുഞ്ഞി സഞ്ചി എൻ്റെത്.
ഞാൻ പിടിക്കില്ല, എനിക്ക് വീഡിയോ എടുക്കാണ്ട്. ഇന്നത്തെ വീഡിയോ ചേരാ. ഫോൺ പിടിക്കണം, പവർ ബാങ്ക് പിടിക്കണം. എൻ്റെ ദിലു എന്തിനാ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചു കൂട്ടുന്നത് നീ? ഇവിടെ പൂമയിലൊക്കെ വന്നപ്പോൾ ഭയങ്കര സെയിൽസ്. ഓൾറെഡി ഓഫർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ പിന്നെയും 50% ഓഫ് അത്രേ. അതാണ് ഈ കവർ നിറയെ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഓക്കെ. ആക്ച്വലി ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കുറേ ഷോപ്സ് ഉണ്ട്, അതും നല്ല രസമുള്ള, നമുക്കിങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന. ഇത് ഇവിടുത്തെ ബർഗർ എന്തോ അടിപൊളിയാണെന്ന് കേട്ടോ. 5 guys. So we are gonna have something. Let's eat. ഫുഡ് മുഖ്യം ബിഗിലേ. ഈ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ഒന്നും ഓർമ്മയുണ്ടാവില്ല കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ മിൽക്ക് ഷേക്ക് അവിടെ, വെർ ഇസ് മൈ മിൽക്ക് ഷേക്ക്? അടിപൊളി ബർഗറായിരുന്നു, അടിപൊളി ബർഗറായിരുന്നു. 5 guys എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഷോപ്പിൽ നിന്നാണ് കഴിച്ചത്. ആൻഡ് ദിസ് ഇസ് വെനില മിൽക്ക് ഷേക്ക്, അതും സൂപ്പർ. മറ്റേ പിന്നെ ബർഗർ ഔട്ട് ഓഫ് ദ വേൾഡ് ആയിരുന്നു കേട്ടോ. നല്ല ബീഫ് പാറ്റി ആയിരുന്നു വിത്ത് ചീസ്. ആൻഡ് ദിസ് ഓൾസോ സോ ഗുഡ്. ഇതിൻ്റെ ഉള്ളിലുള്ള പകുതി സ്റ്റോഴ്സേ ഞങ്ങൾ കവർ ചെയ്തുള്ളൂ. ഇവിടെ 8 മണിക്ക് 8 o'clock എന്നാണ് പറയുന്നത്. 8 മണിക്ക് ഷോപ്സൊക്കെ അടയ്ക്കും. ഇപ്പോൾ ഇവിടെ സമയം 8:30 എങ്ങാണ്ടായി. ഇത് നാട്ടിലെ സമയം. നാട്ടിലിപ്പം 1:20 അപ്പോൾ പക്ഷേ ഇവിടെ ഇപ്പോഴും വെളിച്ചാ. ഒരു 10 മണിയൊക്കെ കഴിയുന്നുണ്ട് ഇവിടെ ഇരുടാവാൻ. ആക്ച്വലി ഉറക്കത്തിൻ്റെ സൈക്കിളും ഒക്കെ ഇനി നാട്ടിലെത്തുമ്പോൾ മാറും കേട്ടോ. കാരണം ഇവിടുന്ന് തോന്നുന്ന പോലെയൊക്കെ ഞങ്ങൾ 3 പേരും ഉറങ്ങുന്നത്. ചില സമയമൊക്കെ രാവിലെ ഏട്ടൻ എണീറ്റ് ഷോപ്പിൽ പോകുമ്പോഴായിരിക്കും ഞാൻ ഏട്ടനെ വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കിടക്കാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ. ഇവിടെ സമയം 4 മണിയൊക്കെ ആയിരിക്കും. അങ്ങനെ സോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നിനി കാര്യമായിട്ടൊന്നും ചെയ്യണ്ടാവില്ല. പെട്ടിയൊക്കെ ഒന്ന് നന്നായിട്ട് പാക്ക് ചെയ്യണം. ഷേഗു, അയ്യോ ആമിക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഈ ഷേട്ട്. എന്താ പറയുക, ഇവർക്ക് 2 പേർക്കും ഷേഗും ദിലും എവിടെ പോയാലും ഇപ്പം എന്നെക്കാളും കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത് ആമിക്കാണ്. എത്ര അറിയാം, ഇവർക്ക് എത്ര വാങ്ങിച്ചാലും മതിയാവില്ല അവൾക്ക്. ആക്ച്വലി സന്തോഷമാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പറയും എന്തിനും ഇങ്ങനെയൊക്കെ വാങ്ങിക്കുന്നു. ഇപ്പം തന്നെ ഞാൻ വരുമ്പം ഒരു പെട്ടി നിറയെ സാധനങ്ങൾ ആമിക്ക് വേണ്ടി ഷേഗു കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടുന്ന്. ആമിക്ക് ഇഷ്ടമുള്ള പോലത്തെ കളർഫുള്ളായിട്ടുള്ള കുറേ എന്തൊക്കെയൊക്കെയോ മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഉണ്ട് കുട്ടികൾക്കുള്ള. പിന്നെ ഡ്രസ്സ്, കളേഴ്സ്. ആമിക്ക് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അപ്പുറം നോക്കുന്നത് ഇത് പാർക്കിംഗ് ലോട്ടാണ്, വണ്ടികൾ വരുന്നുണ്ടോ നോക്കുകയാണ് കേട്ടോ. സോ അങ്ങനെയൊക്കെ. അപ്പം ആമിയുടെ സാധനങ്ങൾ ഞാൻ എന്തായാലും കൊണ്ടുപോകണം. അതിൽ ബാക്കി സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെ സ്ഥലം കൊണ്ടുപോകാനുള്ള പെർമിഷൻ, എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള പെർമിഷനുള്ളൂ. അപ്പോൾ ഇന്ന് പോയിട്ട് ആമീൻ്റെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കണം. എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്നൊക്കെ നിങ്ങളെ കാണിക്കണം എന്നുണ്ട്. ലച്ചി വീട്ടിലെത്തി. ആമി ഇതിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ഷേഖ് വീഡിയോ കോൾ ചെയ്യുമ്പം ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ കാണിച്ചു കൊടുക്കും കേട്ടോ. അവരെന്നെ അവിടെ നിന്നിട്ട് ദിലു എന്നെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായി പറയുന്നത്, ഞാൻ ഇങ്ങനെ വീഡിയോ സംസാരിക്കാറില്ലല്ലോ. സോ അതൊക്കെയാണ് ഇന്ന്. ഞാൻ തള്ളും. പിന്നെ ചിന്നു ചേച്ചിക്ക് ഭയങ്കര ഷേഖുവിൻ്റെ വീഡിയോയിലൊക്കെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. പറയൂ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ചിന്നു ചേച്ചി കുറെ 10 വയസ്സ് കുറഞ്ഞു എന്നൊക്കെയാ പറയുന്നത്. പറയൂ. എനിക്കൊന്നും പറയാനില്ല. പറയൂ. നീ അല്ലേ ഇപ്പൊ എനിക്കൊരു കമന്റ് കാണിച്ചേ? ഒരു കമന്റ് അതാ പറയുന്നത്, കുറെ കിട്ടിയത്. എനിക്കും കുറെ കമന്റ്സ് വന്നു. നീ പറയത്തില്ലോ വന്നിട്ട് കണ്ണട ഊഴിട്ടില്ല. ഇതുപോലുമില്ല. ഇത് സൂന്റെ അടുത്ത് ഞാൻ കടിച്ചു പറ്റിയത്. സു പറഞ്ഞു ചിന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചിന്നു എടുത്തോളൂന്ന്. പിന്നെ ഊരി വെച്ചാലൊക്കെ മനസ്സ് പറയല്ലോ. ഗൈസ് ഇവിടെ 8:53 ആയി. 8:53 സൺഗ്ലാസ് വെച്ച് നടക്കണം. 8:53 വെളിച്ചല്ലേ അല്ലേ? പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. എനിക്ക് എന്തുകൊണ്ട് വൈകി യാ
അത് ഞാൻ പറഞ്ഞു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് കാര്യമായിട്ടൊന്നും ഇല്ല. ഇനി വീട്ടിൽ പോയി ഷേഖ് എന്തെങ്കിലും ഫുഡ് തരുമായിരിക്കും, അത് കഴിക്കാൻ കിടന്നുറങ്ങാം. സ്പെഷ്യൽ ക്രീമി ചിക്കൻ അതെന്റെ ഞാൻ യൂട്യൂബ് ചാനൽ കവർ ഞാൻ ചെയ്യാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു ക്രീമി ചിക്കൻ സ്റ്റേക്ക് ഉണ്ടാക്കി ഞാൻ കൊടുക്കാൻ. ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ കവർ അത് നിങ്ങൾക്കല്ലല്ലോ, ഞാൻ സൂരജിന് ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ പറഞ്ഞേ. ഓഹോ. അപ്പൊ ഓക്കെ, എല്ലാരും വൈൻഡപ്പ് ചെയ്യേണ്ട വീഡിയോ. അപ്പൊ ബൈ ബൈ, ലൈക്ക് സബ്സ്ക്രൈബ് കമന്റ് ബൈ. ബൈ.